ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജികോം പി എസ് സി. ഫയർമാൻ്റെ ഡ്രൈവർ എന്ന ഭാഗത്തു നിന്നുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. 30 മാർക്ക് വെയിറ്റേജ് ആണ് ഈ ഡ്രൈവർ എന്ന ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോകണം. ഇനി പരീക്ഷയ്ക്ക് 1-2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഡ്രൈവർ എന്ന ഭാഗത്തു നിന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മളത് മുൻപ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നോട്ടും ഞങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ വിത്ത് നോട്ട്സ് ഉള്ള ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയി നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യനിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഇത് കാണുന്നതിലൂടെ തന്നെ നിങ്ങൾക്കത് മാക്സിമം കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, വാഹനം ഒരു കയറ്റം കയറി കഴിഞ്ഞ് ഇറക്കം ഇറങ്ങുമ്പോൾ ഏത് ഗിയറിലാണ് ഓടിക്കേണ്ടത്? ഇത് നിങ്ങൾ ഡ്രൈവിംഗ് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോകുമ്പോൾ തന്നെ കേട്ടിട്ടുണ്ടാവും. ചില ആളുകളൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നൊക്കെ? എന്താണ് ഉത്തരം? സി ആണ് ഉത്തരം. നമ്മൾ വാഹനം കൊണ്ട് കയറ്റം കയറുന്ന അതേ ഗിയറിൽ തന്നെ എന്ത് വേണം? ഇറക്കവും ഇറങ്ങണം. ഓക്കെ, കയറ്റം കയറുന്ന ഏത് ഗിയറിലാണോ, ഫസ്റ്റ് ഗിയറിലാണ് കയറുന്നതെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇറങ്ങണം എന്നാണ് നിയമം. ഓക്കെ, ഒരു വാഹനത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് ഏത് തരം ഹോണാണ്? ഏത് തരം ഹോണാണ് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത്? വാക്വം ഹോണ്, എയർ ഹോണ്, ഇലക്ട്രിക് ഹോണ്? ഇതൊന്നുമല്ല. ഏതാ? സി ആണ് ഉത്തരം, ഇലക്ട്രിക് ഹോൺ. ഇലക്ട്രിക് ഹോൺ. ബാക്കിയെല്ലാം നമ്മൾ എക്സ്ട്രാ വെക്കുന്നതാണ്. അത് നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്നില്ല. ഓക്കെ, ഇലക്ട്രിക് ഹോണ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ആർമേഡ് വാഹനങ്ങൾ, ആർമേഡ് വെഹിക്കിൾസ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് ഏത് തരം വാഹനങ്ങളാണ്? നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആംഡ് വെഹിക്കിൾസിന്റെ ആവശ്യം ആർക്കാണുള്ളത്? സൈനികർക്കാണ്. സൈനിക ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളാണ് എന്ത്? ആംഡ് വെഹിക്കിൾസ്. ബി ആണ് ഉത്തരം, സൈനിക ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ. അപകടകരമായ ഹസാർഡസ് ഗുഡ്സ് വാഹനങ്ങൾ, ഡേഞ്ചറസ് ഹസാർഡസ് ഗുഡ്സ് വെഹിക്കിൾസ്, നിർബന്ധമായും ഈ വെഹിക്കിൾസിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഒരു ഹസാർഡസ് ഗുഡ്സ് വെഹിക്കിളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? എന്താ ഉണ്ടായിരിക്കേണ്ടത്? ഡി ആണ് ഉത്തരം, സ്പാർക്ക് അറസ്റ്റർ. സ്പാർക്ക് അറസ്റ്റർ. അടുത്ത ചോദ്യം നോക്കാം. സൈനിക വാഹനങ്ങൾക്ക് മാത്രം അടിക്കാവുന്നതും മറ്റു വാഹനങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ളതുമായ നിറം ഏതാണ്? ഏതാ? ബി ആണ് ഉത്തരം, ഒലീവ് ഗ്രീൻ. ഒലീവ് ഗ്രീൻ. ഇത് സൈനിക വാഹനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, മറ്റു വാഹനങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നല്ല സമാരിറ്റൻ നിയമം, ഗുഡ് സമാരിറ്റൻ ലോ പാസ്സാക്കിയത് ഏത് വർഷമാണ്? ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഗുഡ് സമാരിറ്റൻസ് ലോ പാസ്സാക്കിയത് 2016 2016 കോടതി ഇതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് ആണ് കൊടുത്തത്. അതുകൊണ്ടാണ് 2016 ഈ ഒരു പാസ്സാക്കിയ വർഷമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പിന്നീട് ഇത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഏത് വർഷം പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ, സുപ്രീം കോടതി എപ്പോൾ പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ 2016. 2016. ലോകത്ത് നടന്ന വാഹന അപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മക്കായി ലോക ഓർമ്മ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഈ ഡേറ്റ് നിങ്ങൾ ഇങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിക്കുക. വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഓഫ് റോഡ് ട്രാഫിക് വിക്ടിംസ്. എപ്പോഴാ? സി ആണ് ഉത്തരം, എല്ലാ നവംബർ മാസത്തിലും 3ാമത്തെ ഞായറാഴ്ച. ഓക്കെ, എല്ലാ നവംബർ മാസത്തിലും 3ാമത്തെ ഞായറാഴ്ച. ഓക്കെ, മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് നിയമപാലകന് ശരിയായ രേഖകളില്ലാതെ ഓടുന്ന വാഹനം പിടിച്ചെടുക്കാൻ അധികാരമുള്ളത്? രേഖകളില്ലാതെ ഓടുന്ന വാഹനം പിടിച്ചെടുക്കാൻ ഒരു നിയമപാലകന് അധികാരം കൊടുക്കുന്ന വകുപ്പ് ഏതാ? ഡി ആണ് ഉത്തരം, സെക്ഷൻ 207 ആണ്. 207. അടുത്ത ചോദ്യം, പ്രായപൂർത്തിയായ വാഹന ഉടമ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ലഭിക്കുന്ന പിഴത്തുക എത്രയാണ്? പ്രായപൂർത്തിയായ വാഹന ഉടമയാണ്. എത്രയാ? ബി ആണ് ഉത്തരം, 5000 രൂപ. പ്രായപൂർത്തിയായ വാഹന ഉടമ. ഇനി പ്രായപൂർത്തിയാവാത്ത ആളാണ് ഓടിക്കുന്നതെങ്കിൽ 25,000 പോകും. പ്രായപൂർത്തിയായ വാഹന ഉടമയാണ് ചെയ്യുന്നതെങ്കിലോ 5000 രൂപയാണ് പിഴ. ഒരു ലൈറ്റ് മോട്ടോർ കാർ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ് ഓടി എന്ന് തെളിഞ്ഞാൽ അടയ്ക്കേണ്ട ഫൈൻ തുക എത്രയാണ്? അതായത് 15 വർഷം കഴിഞ്ഞ് അതിന്റെ കാലാവധി കഴിഞ്ഞൊരു വാഹനം അത് കഴിഞ്ഞിട്ടും പുതുക്കാതെ ഓടിക്കഴിഞ്ഞാൽ എത്രയാണ് ഫൈൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാ? എ ആണ് ഉത്തരം, 3000 രൂപയാണ് ഫൈൻ. 3000 രൂപ.
ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും ചോദ്യങ്ങൾ? ഓക്കെ, നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ നിങ്ങൾ എന്തു ചെയ്യണം? എന്തു ചെയ്യും നിങ്ങൾ? അപ്പം തന്നെ അവിടുന്ന് ഓടിപ്പോവോ? വാഹനം നിർത്തിയിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോകണം, വൈദ്യസഹായം ഏർപ്പെടുത്തണം, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിൽ വിവരം അറിയിക്കണം, വാഹനം റോഡിന്റെ ഇടത് സൈഡ് ചേർത്ത് നിർത്തി പോലീസ് വരുന്നവരെ കാത്തു നിൽക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് 4 ഓപ്ഷൻസും വായിക്കുക. ഏറ്റവും ലോജിക്കലായിട്ട് ഏറ്റവും നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഉത്തരം അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഏതാ ഏറ്റവും ലോജിക്കലായിട്ട് ഒരാൾ ചെയ്യുന്ന കാര്യം? ഒരാൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അദ്ദേഹത്തിന് വൈദ്യസഹായം ഏർപ്പെടുത്തും. പിന്നെ എന്ത് ചെയ്യും? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ വിവരം അറിയിക്കും. അപ്പം അതിലെ ലോജിക്ക്. അപ്പോൾ ഉത്തരം എന്താ? സി ആണ് ഉത്തരം. സി. താങ്കൾ വാഹനം ഓടിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു ആംബുലൻസ് കടന്നു വന്നാൽ, ഇതും ഇതേപോലെയുള്ള ഒരു ലോജിക്കൽ ചോദ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യും? സൈഡ് കൊടുക്കാതിരിക്കുമോ? ഒരു മുൻഗണനയും കൊടുക്കില്ല. ഇടത് സൈഡിലേക്ക് മാറ്റി വാഹനം വശത്തിലേക്ക് മാറ്റി നമ്മുടെ മുന്നിലുള്ള വാഹനം വശത്തിലേക്ക് മാറ്റിയാൽ മാത്രം നമ്മുടെ വാഹനം വശത്തിലേക്ക് മാറ്റുക, ഇങ്ങനെയൊക്കെയാണോ ചെയ്യുക? അല്ല. എന്ത് ചെയ്യും? വാഹനം ഇടത് സൈഡിലേക്ക് മാറ്റി ആംബുലൻസിന് വഴിയൊരുക്കുക. ഇതൊക്കെ കോമൺ ലോജിക് ചോദ്യങ്ങളാണ്. നിങ്ങൾ എപ്പോഴും റോഡിൽ ഇപ്പോൾ വണ്ടിയിൽ ഓടിക്കുന്നവരായിരിക്കും നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, 4 ഓപ്ഷൻസും കൃത്യമായിട്ട് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. വാഹനത്തിൽ ഓഡോമീറ്റർ. ഓക്കെ, ഓഡോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിന്? ഓഡോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എത്ര ഓടി എന്നറിയാൻ. വാഹനം ഇതുവരെ ഓടിയിട്ടുള്ള മൊത്തം കിലോമീറ്റർ അറിയാൻ. ഡി. ഓക്കെ, ഡി ആണ് ഉത്തരം. MSM, ഇതും സ്ഥിരം ചോദ്യമാണ്. എന്താ MSM? മിറർ, സിഗ്നൽ ആൻഡ് മാനുവർ. സി ആണ് ഉത്തരം. മിറർ, സിഗ്നൽ ആൻഡ് മാനുവർ. യാത്രക്കാരെ കയറ്റുന്നതിന് ഉപയോഗിക്കുന്നതും കുറഞ്ഞത് 4 വീലുള്ളതുമായ വാഹനം ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? എ ആണ് ഉത്തരം. എം കാറ്റഗറി. എം കാറ്റഗറി വെഹിക്കിൾസ്, യാത്രാവാഹനങ്ങൾ. ഹസാർഡ്സ് ഗുഡ്സ് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് എത്ര വർഷമാണ്? സി ആണ് ഉത്തരം. 3 വർഷമാണ്. 3 വർഷമാണ് ലൈസൻസിന്റെ കാലാവധി. ഹസാർഡ്സ് ഗുഡ്സ് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാൻ 3 വർഷം. താഴെ പറയുന്ന ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു ലൈസൻസിങ് അതോറിറ്റിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ കഴിയും? ഓക്കെ, ഇതും ഒരു ലോജിക്കൽ ചോദ്യം തന്നെയാണ്. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് അയോഗ്യത കൽപ്പിക്കാൻ പറ്റും? ഏതൊക്കെയാ? ഒന്ന് വായിച്ചു നോക്കിയ ഓപ്ഷൻസ്. ഗുഡ്സ് വാഹനങ്ങളിൽ ഓവർലോഡ് കയറ്റിയാൽ, ശരിയാണ്. പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ പുക വലിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ, അതും ശരിയാണ്. ഡ്രൈവർ യാത്രക്കാരെ ആക്രമിച്ചാൽ, എന്തായാലും ശരിയാണ്. അപ്പോൾ ഉത്തരം എന്താ? സി ആണ്. 1, 2 and 3. ഓക്കെ, ജസ്റ്റ് ഈ കാറ്റഗറി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കാറ്റഗറി എം എന്താ? യാത്രക്കാരെ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്ന കുറഞ്ഞത് 4 ചക്രമുള്ളതായ വാഹനങ്ങൾ. നമ്മുടെ കാറ്, ബസ്, ഇതൊക്കെ എന്താ? കാറ്റഗറി എം ആണ്. കാറ്റഗറി എന്നും കൂടി അതിന്റെ കൂട്ടത്തിൽ ഓർത്ത് വെച്ചേക്കുക. എൻ എന്താ? എം യാത്രാവാഹനമാണ്. അപ്പൊ എൻ ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്നതാണ്. ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ട്രക്ക്, വാൻ, ഇതുപോലുള്ള ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. ടി എന്താ? ടി അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. ടി ട്രെയിലർ. ഓക്കെ, ചരക്ക് നീക്കത്തിനോ താമസത്തിനോ ഉപയോഗിക്കുന്ന ട്രെയിലറുകൾ. ഇതാണ് കാറ്റഗറി ടി. ഈ 3 കാറ്റഗറി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് മറന്നു പോകാൻ പാടില്ല. എന്തായാലും ഒരു ചോദ്യം കാറ്റഗറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഓക്കെ, കാവൽക്കാരനില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? കാവൽക്കാരനില്ലാത്ത റെയിൽവേ ക്രോസ് ആണ്. കാവൽക്കാരനില്ല, ജസ്റ്റ് ഓപ്പൺ ആണെന്ന് നോക്കുക. നമ്മൾ എന്ത് ചെയ്യും? ഹോൺ മുഴക്കി പെട്ടെന്ന് കടന്നു പോകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനം കടന്നു പോകുന്നവരെ നിർത്തും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. എന്താ ചെയ്യുക? വാഹനം റോഡിന്റെ ഇടത് സൈഡിൽ നിർത്തിയതിനു ശേഷം ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി റെയിൽവേ ട്രാക്കിന്റെ ഇരുവശങ്ങളിൽ നിന്നും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, കാരണം എന്തുകൊണ്ടാ? കാവൽക്കാരനില്ലാത്ത റെയിൽവേ ക്രോസിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ റെയിൽവേ ക്രോസിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നാൽ അതില്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ എന്ത് വേണം? വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇരുവശങ്ങളിൽ നിന്നും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എന്ത് കടന്നു പോകാൻ. അപ്പോൾ സി ആണ് ഉത്തരം. സി. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് പബ്ലിക് സർവീസ് വെഹിക്കിൾസ്? പബ്ലിക് സർവീസ് വെഹിക്കിൾസ് ഏതൊക്കെയാ? മോട്ടോർ ക്യാബ് പബ്ലിക് സർവീസ് ആണ്. സ്റ്റേജ് കാരിയേജ് പബ്ലിക് സർവീസ് ആണ്. ഗുഡ്സ് കാരിയേജ് ആണോ? അല്ല, ഇതല്ല. ഉത്തരം എ ആണ്. 1 and 2. 1 and 2 പബ്ലിക് സർവീസ് വെഹിക്കിൾസ്. എന്താ ഒരു പബ്ലിക് സർവീസ് വെഹിക്കിൾ എന്ന് വെച്ചാൽ? പബ്ലിക് സർവീസ് വെഹിക്കിൾസ് എനി മോട്ടോർ വെഹിക്കിൾ യൂസ്ഡ് ഓർ അഡാപ്റ്റഡ് ടു ബി യൂസ്ഡ് ഫോർ ദ കാരേജ് ഓഫ് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്നു. ഫോർ ഹയർ ഓർ റിവാർഡ്.
ഹയർ ഓർ റിവാർഡിന് വേണ്ടി പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് സർവീസ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ മാക്സി ക്യാബ്, മോട്ടോർ ക്യാബ്, കോൺട്രാക്ട് കാരേജ്, അതായത് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾ, കോൺട്രാക്ട് കാരേജ് പറഞ്ഞ ടൂറിസ്റ്റ് ബസ്സുകളാണ്. അല്ലെങ്കിൽ സ്റ്റേജ് കാരേജ്, നമ്മുടെ KSRTC ബസ്, ഇതൊക്കെ എന്താ? പബ്ലിക് സർവീസ് വെഹിക്കിൾസ് ആണ്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു വെച്ചേക്കാം. പബ്ലിക് സർവീസ് ഓക്കെ. പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾസ് എന്ന് വെച്ചാൽ എന്താ? ഒരു വ്യക്തിയോ സ്ഥാപനമോ തങ്ങളുടെ സ്വന്തം ആവശ്യത്തിന്, അവരുടെ ബിസിനസ് ആവശ്യത്തിന്, അവരുടെ സ്റ്റാഫിനെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളെ നമ്മൾ എന്ത് പറയുന്നത്? പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾസ്. പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾസ് ഇത് അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി, അവരുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഓർത്തേക്കുക. ഈ ഡിഫറൻസ് മനസ്സിലായല്ലോ? പബ്ലിക് സർവീസ് വെഹിക്കിളും പ്രൈവറ്റ് സർവീസ് വെഹിക്കിളും എന്താണെന്ന് മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ഇതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കോൺട്രാക്ട് കാരേജും സ്റ്റേജ് കാരേജും. കോൺട്രാക്ട് കാരേജ് എന്താ? നമ്മുടെ ടൂറിസ്റ്റ് ബസ്, നമ്മുടെ ഒരു കോൺട്രാക്ട് ആണ് ചെയ്യുന്നത് അവരുമായിട്ട്. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലം വരെ പകുതിയിൽ നിർത്തി ആളെടുക്കുന്നില്ലല്ലോ, ഇല്ല. അപ്പോൾ അതാണ് ടൂറിസ്റ്റ് ബസ്സാണ് കോൺട്രാക്ട് കാരേജ് എന്ന് ഓർക്കുക. സ്റ്റേജ് കാരേജ് വരുമ്പോൾ നമ്മുടെ KSRTC ബസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പേ അപേക്ഷിക്കാവുന്നതാണ്? രജിസ്ട്രേഷൻ പുതുക്കാൻ എത്ര ദിവസം മുമ്പേ അപേക്ഷിക്കാം? എന്താ? ബി ആണ് ഉത്തരം. 60 ദിവസം മുമ്പേ അപേക്ഷിക്കാം. 60 ദിവസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാഹനം ഒരു സ്ഥലത്ത് ഡാഷ് മിനിറ്റിലധികം നിർത്തുന്നതിന് പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നു. എത്ര മിനിറ്റ് നിർത്തിയാൽ അത് പാർക്കിംഗ് ആവുന്നത്? സി ആണ് ഉത്തരം. 3 മിനിറ്റ് ആണ്. 3 മിനിറ്റ്. 3 മിനിറ്റിലധികം നിർത്തി കഴിഞ്ഞാൽ പാർക്കിംഗ് ആയിട്ട് നിർവചിക്കപ്പെടും. ഓക്കെ, ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്ന്, നിങ്ങൾ വണ്ടി വാങ്ങുമ്പോൾ ഒക്കെ കിട്ടിയിട്ട് കാണുന്നില്ലേ ഒരു റിഫ്ലക്റ്റീവ് ത്രികോണം, അത് വാഹനത്തിൽ നിന്നും എത്ര മീറ്റർ മുമ്പിലും പുറകിലും വെക്കണം? എത്ര മീറ്ററാ? ബി ആണ് ഉത്തരം. 20 മീറ്റർ ആണ്. 20 മീറ്റർ മുമ്പിലും പുറകിലും വെക്കണം. ഓക്കെ, മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിപ്പിച്ച് പോകുന്ന ഒരു എമർജൻസി വാഹനം, അതായത് ഇപ്പോൾ ഒരു ഫയർമാന്റെ വാഹനം അല്ലെങ്കിൽ ഒരു ആംബുലൻസ് ആണെന്ന് വിചാരിക്കുക. ഇതിൽ നിന്നും ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്രയാ? എ ആണ്. 50 മീറ്റർ. 50 മീറ്റർ. അതായത് ഇതുപോലുള്ള എമർജൻസി വാഹനങ്ങളിൽ നിന്നും 50 മീറ്റർ ദൂരം ഡ്രൈവർ പാലിക്കണം. മിനിമം 50 മീറ്റർ. പെഡസ്ട്രിയൻ ക്രോസിംഗിൽ നിന്നും എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്? പെഡസ്ട്രിയൻ ക്രോസിംഗിന്റെ എത്ര ദൂരം മുമ്പേ നിർത്തണം? നിങ്ങൾ എങ്ങനെയാണ് നിർത്താറ്? ക്രോസിംഗിലാണോ നിർത്താറ്? അല്ല. എത്ര ദൂരം മുമ്പേ? 5 മീറ്റർ മുമ്പേ നിർത്തണം. സി ആണ് ഉത്തരം. 5 മീറ്റർ. ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനം, വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം. ഒരു വണ്ടി കയറോ ചങ്ങലയോ ഉപയോഗിച്ച് നമ്മൾ വലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പാലിക്കേണ്ട പരമാവധി ദൂരം എത്രയാ? എ ആണ് ഉത്തരം. 5 മീറ്റർ. 5 മീറ്റർ. ഓക്കെ, എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാ ക്രമം എങ്ങനെയൊക്കെയാ വേണ്ടേ? ആംബുലൻസ് ആണോ ആദ്യം? പോലീസ് ആണോ ആദ്യം? ഏതാ? ആദ്യം ഫയർ സർവീസ് ആണ്, അതിനുശേഷം ആംബുലൻസ് ആണ്, അതിനുശേഷമാണ് പോലീസ്. ഓക്കെ, ഡി ആണ് ഉത്തരം. സോ നിങ്ങളൊരു ഫയർമാൻ ഡ്രൈവർ ആവുകയാണെങ്കിൽ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നിങ്ങൾ കഴിഞ്ഞാൽ ആംബുലൻസ്, അത് കഴിഞ്ഞാൽ പോലീസ്. ഓക്കെ, ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഗുഡ്സ് വാഹനങ്ങൾക്ക് എത്രയാ? 80 കിലോമീറ്റർ ആണ്. 80 കിലോമീറ്റർ പെർ ഹവർ. ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത. ഓക്കെ, ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം. ഞങ്ങൾ നേരത്തെ നമ്മൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ലോജിക്കലായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. വായിച്ചു നോക്കുക. ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുക, എന്തായാലും അയോഗ്യത കൽപ്പിക്കും. യാത്രക്കാരെ തട്ടിക്കൊണ്ടു പോവുക, എന്തായാലും ക്രൈമാണ്. ഗുഡ്സ് വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുക, അതും തെറ്റാണ്. അപ്പോൾ ഉത്തരം മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഡി ആണ് ഉത്തരം. ഡി. ULW എന്നത് എന്തിന്റെ ചുരുക്കെഴുത്താണ്? ULW എന്താ? അൺലാഡൻ വെയിറ്റ്. എന്താ അൺലാഡൻ വെയിറ്റ്? ഒരു വണ്ടിയുടെ നോർമൽ വെയിറ്റ്, ലഗേജോ പാസഞ്ചേഴ്സോ ഗുഡ്സോ ഒന്നുമില്ലാതെ ഒരു വണ്ടിയുടെ നോർമൽ വെയിറ്റ്, അൺലാഡൻ വെയിറ്റ്, ഇതിനെയാണ് ULW അഥവാ അൺലാഡൻ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശം സംബന്ധിച്ച ആധികാരിക രേഖ എന്താ? ഏത് രേഖയിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്? പെർമിറ്റ്. ഇതിനാണ്
പെർമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, ഉദ്ദേശം, അത് ഏത് പ്രദേശത്താണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് പെർമിറ്റിലാണ്. ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നടപടികൾ: വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ 3 വർഷം വരെ തടവും 25,000 രൂപ വരെ പിഴയും ലഭിക്കും. 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയും ലഭിക്കും. ശരിയാണ്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം. ഓക്കെ. കുട്ടിക്ക് 25 വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിൽ നിന്നും അയോഗ്യത കൽപ്പിക്കാം. അതും ശരിയാണ്. കുട്ടിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000 മൂലം നടപടി ഉണ്ടാവും. ഇതെല്ലാം ശരിയാണ്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും പ്രായപൂർത്തിയാകാതെ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളെങ്കിലും ഇത് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. വഴിയാത്രക്കാരനായ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്കുപറ്റി വീണ് കിടക്കുന്ന ഒരാളെ കാണുന്നു. ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഗുഡ് സമാരിറ്റൻസ് എന്ന ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. ആശുപത്രി പരിക്ക് പറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ബാലു എന്ത് ചെയ്യും? തന്റെ വിവരങ്ങൾ പോലീസിനും ആശുപത്രിക്കും നിർബന്ധമായും കൊടുക്കണം. പരിക്ക് പറ്റിയ ആളുടെ ചികിത്സാ ചെലവുകൾ വഹിക്കണം. കോടതിയിൽ നിർബന്ധമായും സാക്ഷിയാകണം. ഗുഡ് സമാരിറ്റനായ ഒരാളുടെ അവകാശപ്രകാരം മേൽപ്പറഞ്ഞ 3 ഓപ്ഷനിലെ കാര്യങ്ങൾ ഒഴിവാക്കി അവിടെ നിന്നും പോകാം. എന്താ ശരി? 4th ഓപ്ഷനാണ് ശരി. സി ആണ് ഉത്തരം. ഓക്കെ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഒരു കഥ പോലെ തോന്നാം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുക, ഒരാളെ നമ്മുടെ അപകടത്തിൽപ്പെട്ട ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിയമപ്രകാരം നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിലാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, നമ്മുടെ അഡ്രസ്സ് കൊടുക്കാൻ നമ്മൾക്ക് യാതൊരു നിർബന്ധവും ഇല്ല, നമ്മൾ അവരുടെ ചികിത്സാ ചെലവ് വഹിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സാക്ഷിയാവാനോ, നിങ്ങൾ പഴയ സിനിമകളിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഒന്നുമില്ല. നിങ്ങളെ സാക്ഷിയാക്കോ നിങ്ങളെ പ്രതിയാക്കോ ഇങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കാര്യങ്ങളൊന്നും ചെയ്യണം. നിങ്ങൾക്ക് അവിടെ നിന്നും അവരെ ആശുപത്രിയിൽ ആക്കി കഴിഞ്ഞ ശേഷം പോവാം. നിങ്ങളെ യാതൊരു തരത്തിലും ആരും ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള കഥ പോലുള്ള ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾ അത് നോക്കുക. ഈ ഓപ്ഷൻസിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ നോക്കുക, അതങ്ങ് ഒഴിവാക്കുക. ഓക്കെ. അങ്ങനെ ഇതേപോലത്തെ ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. 2 ഗ്രാമീണർ റോഡിൽ നടന്ന ഒരു അപകടം കാണുകയും പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അവർ പോലീസിനോട് മേൽക്കാര്യത്തിന് സാക്ഷിയാവാൻ സമ്മതിച്ചു. അവർ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ പോലീസ് അവർക്ക് സമയനഷ്ടം വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ശരിയാണ്. ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് മൊഴിയെടുക്കണം. അതും ശരിയാണ്. അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും പാടില്ല. അങ്ങനെ മൊഴിയെടുക്കാൻ ഗ്രാമീണരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോം ഒഴിവാക്കി സാധാരണ വേഷത്തിലായിരിക്കണം. അതും ശരിയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി. ഗ്രാമീണരെ പോലീസ് സ്റ്റേഷനിൽ നിർബന്ധമായും വിളിപ്പിക്കണം. അത് ശരിയാണോ? അത് ബുദ്ധിമുട്ടല്ലേ നിർബന്ധമായി വിളിപ്പിക്കുന്നത്? പദം ഒഴിവാക്കുക. 4th സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കി. ചോദിച്ചെന്താ? അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്താ? ഡി ആണ് ഉത്തരം. 1, 2, 3. ഓക്കെ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പരിവഹൻ ശരിയല്ലേ? എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ചെക്കിങ്ങിൽ പിടിച്ചു കഴിഞ്ഞാൽ പരിവഹനിൽ നമ്മുടെ ലൈസൻസോ RCO കാണിച്ചാൽ മതി. പിന്നെന്താ? ഡിജി ലോക്കർ. ഇത് ആക്സെപ്റ്റഡ് അല്ലേ? 2 ആക്സെപ്റ്റഡ് ആണ്. ഉത്തരം എന്താ? ഡി ആണ് ഉത്തരം. 1, 2 ശരി. 2 ശരി. SMS വാട്സാപ്പ് ഇതൊന്നും ശരിയല്ല. 1 പരിവഹനും ഡിജി ലോക്കറും ഇത് 2ആണ് ശരി. വൈറ്റഡ് ഡെസിബൽ എന്തിന്റെ യൂണിറ്റ് ആണ്? ഡെസിബൽ എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ഡെസിബൽ എന്തിന്റെ യൂണിറ്റാ? ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. DB ശബ്ദത്തിന്റെ യൂണിറ്റ്. എ ആണ് ഉത്തരം. VLTD എന്തിന്റെ ചുരുക്കെഴുത്താണ്? VLTD എന്താ? വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണേ. വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. ഓക്കെ. പിന്നെ മറ്റ് ഓപ്ഷൻസ് ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഇതിന്റെ ഫുൾ ഫോം അറിയില്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസ് കൂടി ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എന്താ. വെഹിക്കിൾ ലൈറ്റ് ടൈം ഡിമ്മിങ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വേർഡ് ഉണ്ടാവുമോ? ഇല്ല. ലൊക്കേഷൻ ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇല്ല. ലെസ് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഉത്തരത്തിലോട്ട് എത്താം. ബാക്കിയുള്ള ഓപ്ഷൻസ് ചിലപ്പോൾ മണ്ടത്തരമായിരിക്കും, ഒരു ലോജിക്ക് ഇല്ലാത്തതുമായിരിക്കും. എങ്കിലും നിങ്ങൾ VLTDയുടെ ഫുൾ ഫോം അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. ഓക്കെ. സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബൽ, എമർജൻസി ഇൻഫർമേഷൻ പാനൽ
എന്നിവ. ഇതൊക്കെ ഏതിലാ വേണ്ടേ? സ്പാർക്ക് അറസ്റ്ററിനെ പറ്റി നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഏതിലാ വേണ്ടേ? സി ആണ് ഉത്തരം. അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്കാണ് വേണ്ടത്. ഹസാർഡസ് ഗുഡ്സ് കൊണ്ടുപോകുന്ന ചരക്ക് വാഹനങ്ങൾക്ക് എന്ത് വേണം? സ്പാർക്ക് അറസ്റ്റ് വേണം, ക്ലാസ് ലേബൽ വേണം, എമർജൻസി ഇൻഫർമേഷൻ വേണം. ഓക്കെ. സ്പീഡ് ഗവർണർ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. സ്പീഡ് ഗവർണർ ഇതൊരു വാഹനത്തിൽ ഘടിപ്പിക്കുന്ന എന്തിനാ, അല്ലെങ്കിൽ അത് വാഹനത്തിൽ എന്താ ചെയ്യുന്നത്? സ്പീഡ് ഗവർണർ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വാഹനത്തിന്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയുന്നു. വാഹനത്തിന്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിരിക്കേണ്ടത് എന്താ? രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് എന്താ ഉണ്ടായിരിക്കേണ്ടത്? എ ആണ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ബ്രേക്ക് അമിതമായി ഉപയോഗിച്ചത് മൂലം ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥ എന്താ? ഇതാണ് ബ്രേക്ക് ഫേഡിങ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഫേഡിങ് ചില ചുരങ്ങളൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില വാഹനങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് എന്താവും? ഫെയ്ഡ് ആവും. ബ്രേക്ക് ഫേഡിങ്. ഓക്കെ. ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് എവിടെയാ? ഡിസ്റ്റിൽഡ് വാട്ടർ ബാറ്ററിയിലാണ്. ബാറ്ററിയിൽ ഡിസ്റ്റിൽഡ് വാട്ടർ. വാഹനങ്ങളിൽ പിന്നിലെ വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി റിയർവ്യൂ മിറർ ഏത് തരമാണ്? കോൺകേവ് ആണോ, കോൺവെക്സ് ആണോ? കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. കോൺവെക്സ് ആണ്. കോൺകേവ് മിറർ എങ്ങനെയാ ഉണ്ടാവുക? കേവ് ആണ്. കോൺകേവ് ഒരു ഗുഹ പോലെ അകത്തോട്ടം ഉണ്ടാവുക. ഇങ്ങനെ കേവ് ആണ് ഉണ്ടാവുക കോൺകേവ് മിറേഴ്സിൽ. അപ്പം നമുക്ക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് എന്താ? കോൺവെക്സ് ആണ്. കുറച്ച് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിരിക്കും. ഇതാണ് കോൺവെക്സ്. ഓക്കെ. വാഹനത്തിന്റെ രാസോർജം ഗതികോർജമായി മാറ്റുന്ന സംവിധാനം ഏതാ? എവിടെയാ രാസോർജം ഗതികോർജമാവുന്നത്? നമ്മൾ പെട്രോൾ ഒഴിച്ചാൽ പെട്രോൾ പ്രകാരമല്ലേ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്? അങ്ങനെയല്ലേ വണ്ടി മൂവ് ചെയ്യുന്നത്? ഇപ്പൊ എവിടെയാ? എഞ്ചിനിലാണ്. എഞ്ചിനിൽ ഇന്ധനം നൽകുന്ന രാസോർജമാണ് ഇവിടെ ഗതികോർജമായി മാറുന്നത്. എഞ്ചിൻ. ഓക്കെ. അപ്പൊ നമ്മളൊരു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. എല്ലാം ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യുക. പിന്നെ ഇതിന് ശേഷം ഇപ്പോൾ നിങ്ങളെല്ലാവരും നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടാവും. PSC പ്രൊഫൈലിൽ പോലീസ് ഡ്രൈവറിനായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് മെൻറ്റർഷിപ്പ് ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും ടെലിഗ്രാം ലിങ്കൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾ ഇതിന് ശേഷം അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.